ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര കൊല്ലം ചിന്നക്കടയിലോട്ടാണ് കേട്ടോ. ചിന്നക്കടയിൽ പാസ്പോർട്ട് ഓഫീസിലോട്ടാണ്. എൻ്റെ മോൻ്റെ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ ആവശ്യത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് രാവിലെ 11:30-ക്കാണ്. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചിന്നക്കട ക്ലോക്ക് ടവറാണ്. ഇത് നമ്മുടെ ചിന്നക്കട സ്ഥിതി ചെയ്യുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ എയർപോർട്ട് മോഡലുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. വരട്ടെ, നമുക്ക് കാണാം. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലം പാസ്പോർട്ട് ഓഫീസിലെത്തി. ഈ സുപ്രീമിൻ്റെ മേളിൽ കാണുന്നതാണ് പാസ്പോർട്ട് ഓഫീസ്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ അവർ അനുവദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് നേരെ പള്ളിമുക്കിലോട്ട് വെച്ച് ഓടിച്ചു. അവിടെ ബിരിയാണി കഴിക്കണം, ഉച്ചയായി വിശന്നു. അപ്പം അവിടുത്തെ നല്ലൊരു ബിരിയാണി കിട്ടുന്നൊരു ഷോപ്പുണ്ട്. ഈ കാണുന്നതാണ് അവിടുത്തെ ഒരു ബിരിയാണി. എൻ്റെ മോന് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞാൽ അവന് ചിക്കൻ ബിരിയാണി മേടിച്ചു. ഞാനും വൈഫും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബിരിയാണിയാണ്, ഒരിക്കലും മോശം പറയാനില്ല. ഇഷ്ടംപോലെ പാഴ്സൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. അവരവിടെ ഗ്രാംസിൽ ആണ് അതിൻ്റെ റേറ്റ് ഇടുന്നത്. അതായത് 100 ഗ്രാമിന് 100 റുപ്യ എന്നുള്ള രീതിയിൽ. കഴിഞ്ഞ് ഈ റൈസ് രണ്ടാമത് റൈസൊക്കെ കൊണ്ടു തന്നതാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പള്ളിമുക്കിലുള്ള സെയിൻ കഫറ്റീരിയയാണ്, അതായത് ഫുഡ് കോർട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി എൻ്റെ സ്ഥിരം സ്പോട്ടായ പരിമളത്തെ HP പമ്പിനോടടുത്തുള്ള ജ്യൂസ് ഷോപ്പിൽ എത്തി. അവിടുന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിക്കാനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വന്നു തൊട്ടേ എൻ്റെ വൈഫ് നിൽക്കുകയാണ്, അവൾക്കും അവിടെ നാരങ്ങ വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ രണ്ടുപേരെയും കൂടെ കൂട്ടി അവിടെ പോയത്. തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ കുടിച്ചത്. കാരണം നമ്മളൊരു ബിരിയാണി കഴിച്ചാൽ ഒരു സോഡ സർബത്ത് കുടിക്കുക നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാനും വൈഫും മോനും അവിടെ വന്നു. ഒരു സോഡ സർബത്തൊക്കെ കുടിച്ചു. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണെന്ന് അവൾ പറഞ്ഞു. കുടിച്ചിട്ട് ആ മുഖത്തുള്ള എക്സ്പ്രഷൻ നോക്കിയാണ് നിങ്ങൾക്ക് കാണാം. നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം പോകുന്നവരൊക്കെ അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലതിന് എന്തായാലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. അപ്പം ഇതുപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.